വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ബഡ്ജറ്റിലുള്ളത്? അല്ല, ഈ ബഡ്ജറ്റിലല്ലോ ഇതൊക്കെ. ഈ പ്രേമചന്ദ്രൻ പറയുന്നിട്ടാണ് നിങ്ങൾ ഈ ചോദിക്കുന്നതെങ്കിൽ ബഡ്ജറ്റിലാണോ ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളത്? കേരളത്തിനായിട്ട് ഏത് പദ്ധതി? എല്ലാം കേരളത്തിന് കിട്ടുന്നതാണ്. ഇത് കേരള ബഡ്ജറ്റ് അല്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഉത്സാഹം എനിക്ക് മനസ്സിലാവും. ഇത് കേരള ബഡ്ജറ്റ് അല്ല, ഇത് കേന്ദ്ര ബഡ്ജറ്റാണ്. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന എല്ലാ കാര്യങ്ങളും കേരളത്തിലുള്ളവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ പ്രയോജനം കിട്ടും. അല്ലാതെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ബജറ്റ് പ്രഖ്യാപിക്കും. നിങ്ങളിപ്പോൾ ചോദിക്കും റെയിൽവേ ബജറ്റ് എവിടെ പോയി നോക്കും. നിങ്ങൾ ബജറ്റിൻ്റെ ബാക്കി പത്രം കണ്ടാൽ നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. എല്ലാ മേഖലയിലും അത് നികുതി, ടോട്ടൽ നികുതി ഷെയർ നോക്കിയാലും മറ്റ് ആനുകൂല്യങ്ങൾ നോക്കിയാലും സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നോക്കിയാലും പ്രത്യേക പദ്ധതികൾ നോക്കിയാലും എല്ലാ കാര്യത്തിലും കേരളത്തിന് മെച്ചപ്പെട്ട ഒരു ബജറ്റായിരിക്കും ഈ ബജറ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, മന്ത്രിമാർക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. കേരളത്തിന് ഞാൻ പറയാം കേരളത്തിന് ഇപ്പോൾ IITയുടെ കാര്യത്തിൽ പാലക്കാട് IITക്ക് അതിൻ്റെ വലിയ പ്രയോജനം കിട്ടും. ഇനി ബാക്കിയുള്ള വിശദാംശങ്ങൾ വന്നാൽ നിങ്ങൾ നോക്കിയാൽ നഗരവികസനം, അതുപോലെ ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്ട്സ്, റെയിൽവേയുടെ കാര്യം, അതുപോലെ എല്ലാ കാര്യത്തിലും നീക്കിയിരിപ്പുണ്ട്. ഇത് ബജറ്റിൻ്റെ ആദ്യത്തെ 4 പുറം കാണുമ്പോഴേക്കാണ് ഈ വിമർശനങ്ങൾ മന്ത്രിമാർ ഉൾപ്പെടെ നടത്തുന്നത്. ബജറ്റിന്റെ മുഴുവൻ നെല്ല് സംഭരണം എന്ന് പറഞ്ഞാൽ നെല്ല് സംഭരണത്തിന് ഓരോ വർഷവും നമുക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ. കേരളത്തിലെ നെൽകർഷകർ നേരിടുന്ന പ്രശ്നം എന്താണ്? കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളം കൊടുത്തുകൊണ്ടിരുന്ന ഇൻസെൻറ്റീവ് കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളം ഇൻസെൻറ്റീവ് കുറച്ചതുകൊണ്ടാണ് പ്രയോജനം കിട്ടാത്തത്. കേന്ദ്രം കൊടുക്കുന്ന പണം കർഷകർക്ക് നൽകാതെ അവർ പാടശേഖരങ്ങളിലെ ഷീട്ട് വെച്ച് നിങ്ങൾ വായ്പ എടുക്കണം എന്നാണ് പറയുന്നത്. ഇതെല്ലാം മറച്ചു വെക്കാനാണ് ഈ പ്രചരണം നടത്തുന്നത്. എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ബജറ്റാണ്. ക്ഷീരമുള്ളവർ അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതാണ് പ്രതിപക്ഷം. ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് എപ്പോഴും കേരള വിരുദ്ധം എന്നുള്ള ഒരു പഴഞ്ചൊല്ല് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല, അതൊക്കെ വെറുതെയാണെന്ന്. ബീഹാറിന് മാത്രം എന്നൊക്കെ പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. ബീഹാറിലെ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഡൽഹിയിൽ ഇപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ ആദായ നികുതി വകുപ്പിൻ്റെ പരിധി വർദ്ധിപ്പിച്ചത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്ത് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി പറയാനാണ്? അങ്ങനെയല്ല, അതെങ്ങനെയാണ്? 12 ലക്ഷം വരെ ആദായ നികുതി വകുപ്പിന്റെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ ആനുകൂല്യം കിട്ടില്ല. അല്ല, അതിന്റെ 12 മുതൽ 15 വരെ, 15 മുതൽ 24 വരെയൊക്കെയുള്ള സ്ലാബ് ഒന്ന് നിങ്ങൾ നോക്കൂ. എല്ലാം കൊണ്ടും ഇടത്തരക്കാർക്ക് പ്രയോജനം നൽകുന്ന ഒരു ബജറ്റാണ്. എയിംസ് ഒന്നും സാധാരണ ബഡ്ജറ്റിലല്ല പ്രഖ്യാപിക്കാറുള്ളത്. സാധാരണ ഇല്ലത്. അതൊക്കെ നിങ്ങൾ പഴയ 10-11 കൊല്ലം മുമ്പുള്ള ബജറ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. എയിംസ് ഒന്നും ഒരു ബജറ്റിലും പ്രഖ്യാപിച്ചിട്ടില്ല. 11 പോലെ എന്തായിരുന്നു? മീഡിയ വണ്ണല്ലേ. 11 കൊല്ലം മുമ്പ് എന്ത് കിട്ടിയിരുന്നു? അതിന്റെ 100 ഇരട്ടിയാണ് ഇപ്പൊ കേരളത്തിന് കിട്ടുന്നത്. സത്യമെങ്കിലും ഒന്ന് വല്ലപ്പോഴെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കും. അതിപ്പോ നല്ല ബജറ്റ് അവതരിപ്പിക്കുമ്പോ എപ്പോഴും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ ബജറ്റിലായിരുന്നു ഇതെല്ലാം പ്രഖ്യാപിക്കേണ്ടത്. മോദി സർക്കാർ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിനനുസരിച്ച് അതിന്റെ പ്രയോജനം സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഒരു സർക്കാരാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ആളുകളെ സ്വാധീനിക്കാനായിരുന്നെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിച്ച ബജറ്റിലായിരുന്നു ആദായ നികുതി വകുപ്പിന് ഇളവ് വരേണ്ടിയിരുന്നത്. മോദി സർക്കാർ അങ്ങനെയല്ല. മോദി സർക്കാർ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ അതിന്റെ പ്രയോജനം നാട്ടുകാർക്ക് കൊടുക്കും. കേരള ഗവൺമെന്റ് പോലെയല്ല.